തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികൻ മരിച്ചത് പാറശാല SHO അനിൽകുമാർ ഓടിച്ച വാഹനം ഇടിച്ചാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ടായിരുന്നു. ഇടിച്ച ശേഷം ഈ കാറ് നിർത്താതെ പോവുകയായിരുന്നു. കിളിമാനൂർ ചേണിക്കുഴി സ്വദേശിയായ രാജനാണ് അപകടത്തിൽ മരിച്ചത്. സംഭവത്തിൽ SHOയ്ക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. അമൽ തേനമ്പറമ്പിലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും നമുക്ക് നൽകുന്നത്. അമൽ, അപ്പോൾ വാഹനം ഓടിച്ചത് അനിൽകുമാർ തന്നെയാണ്? അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്നതിന് സ്ഥിരീകരണമാവുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ വാർത്ത ഇങ്ങനെ സജീവ ചർച്ചയാവുന്നത്. കഴിഞ്ഞ 7-ാം തീയതി കിളിമാനൂരിനടുത്ത് വാഹനം ഇടിച്ച് ഒരാൾ വഴി സൈഡിൽ കിടക്കുകയും പുലർച്ചയോടെ മരണപ്പെടുകയും ചെയ്തു. അത് ഏത് വാഹനമാണ്? ആ ഇടിച്ച വാഹനം നിർത്താതെയാണ് പോയിരുന്നത്. ആ വാഹനം ആരുടേതെന്നുള്ള അന്വേഷണത്തിലായിരുന്നു കിളിമാനൂർ പോലീസ്. ഇപ്പോഴെന്തായാലും ആ വാഹനം SHOയുടെ പേരിലുള്ളതാണ് എന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ സ്ഥിരീകരണമുണ്ടായിരുന്നു. പക്ഷേ ആ വാഹനം ഓടിച്ചത് SHO ആണോ, SHO അനിൽകുമാർ ആണോ എന്നുള്ള കാര്യത്തിലായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. ഇപ്പോഴെന്തായാലും ആ കാര്യത്തിനും സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചത് എന്ന് വ്യക്തമാകുന്നു. അനിൽകുമാർ നിലവിൽ സ്ഥലത്തില്ല. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലാണുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി അവിടെയാണുള്ളത്. സ്വാഭാവികമായും അനിൽകുമാറാണ് വാഹനം ഓടിച്ചത് എന്ന് കണ്ടെത്തുന്നതോടെ അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരാൾ അപകടം പറ്റിക്കിടക്കുമ്പോൾ അയാളുടെ ജീവന് സംരക്ഷണം ഒരുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വാഹനം ഓടിച്ച് ഒരു 59-കാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നു. അയാളുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ പോലും നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നു, അയാളുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതിപ്പോൾ CCTV ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണല്ലേ അനിൽകുമാർ തന്നെയാണ് ഈ വാഹനം ഓടിച്ചത് എന്ന് അറിഞ്ഞത്. ഉടനെ തന്നെ ഒരു നടപടിക്ക് സാധ്യതയുണ്ടാകുമോ? നടപടിയും വേണമല്ലോ, കാരണം അത്രത്തോളം പ്രതിസന്ധിയിലായ കുറെ വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമാണ്. പോലീസിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നിരവധി വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയാവുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും നടപടിയല്ലാതെ മറ്റു മാർഗമില്ലാതെ വരും. മാത്രമല്ല, ഒരു സാധാരണ പൗരനാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയാൽ സ്വാഭാവികമായും എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇതിപ്പോൾ ഇടിച്ചതിന് ശേഷം വാഹനം നിർത്താതെ പോയി എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കൊലപാതക കുറ്റം അടക്കം ചുമത്തി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും. ആറ്റിങ്ങൽ DYSPക്ക് അന്വേഷണ ചുമതല കൈമാറും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരികയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ കുടുംബവും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. തങ്ങൾ പാവങ്ങളായതുകൊണ്ട് തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആരോപണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കൂടുതൽ രാഷ്ട്രീയ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പോലീസിനെതിരെ ഉയർന്ന വിഷയമാണ്. അതിനാൽ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പോലീസിനെതിരെ രംഗത്തെത്താനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് വിഷയത്തെ കൊണ്ടുപോകാതെ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. പൂജ. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.